ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ പരിപാടി എന്താ വെച്ചാൽ കോഴിക്കോട് പോകണം. എനിക്ക് എമർജൻസി ആയിട്ടൊരു വർക്ക് ചെയ്ത് കൊടുക്കാനുണ്ട്. അതിൻ്റെ ഫ്രെയിം ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഫ്രെയിമും ഷീറ്റും കേട്ടോ. അപ്പോൾ അത് പോയി എടുത്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ ഞാൻ ബസ്സിനാണ് പോകുന്നത്. ഒരു ഫ്രെയിമിനായിട്ട് നമ്മൾ കാറെടുത്ത് പോകുന്നത് നമുക്ക് ഒക്കൂല. അപ്പം ബസ്സിനാണ് പോകുന്നത്. സൈസ് വരുന്നത് 20-28 സൈസ് 10,000 രൂപയുടെ ഫോട്ടോൻ്റെ ഓർഡറാണ് വന്നിട്ടുള്ളത്. പെട്ടെന്ന് അവർക്ക് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ബസ്സിന് പോയിട്ട് മേടിച്ച് കൊണ്ടുവരാമെന്ന് കരുതി. അപ്പോൾ പോകാനൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. എന്നും ഉള്ളിയിൽ കൂടിയല്ലേ പോലെ ഇന്ന് കൊയിലാണ്ടി കൂടി പോകാമെന്ന് കരുതി. അങ്ങനെ ആണ് ഇന്നത്തെ വിശേഷം. അപ്പോൾ ഫ്രെയിമും കാര്യങ്ങളൊക്കെ എടുക്കുന്ന ഡീറ്റെയിലൊക്കെ ആയിട്ട് നമുക്ക് വയ്യ വരാം. വെയിറ്റ് ആൻഡ് സീ. ഓക്കെ. അങ്ങനെ നേരെ കൊയിലാണ്ടിയിലേക്ക് ഒരു ഓട്ടോ കയറിയിട്ടോ. ബസ് ഓട്ടോയും രണ്ടും ഉണ്ടാവാറുണ്ട് കൊയിലാണ്ടിക്ക്. അപ്പോൾ ഓട്ടോ കിട്ടുകയാണെങ്കിൽ ഓട്ടോയിൽ കയറലാണ്. അതാകുമ്പോൾ കുറച്ചും കൂടി നമുക്ക് സേഫായിട്ട് സുഖമായിട്ടും പോകാമല്ലോ. അങ്ങനെ ഓട്ടോയിലേക്ക് കൊയിലാണ്ടിക്ക് കയറി. കൊയിലാണ്ടി എത്തി, ബസ്സിൽ കയറി. പ്രോ ഡ്രൈവറാട്ടോ. എജ്ജാതിപ്പോക്കാന്നറിയോ. ആളുടെ പേരും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല, ബസ്സിൻ്റെ പേരും എനിക്കറിയില്ല. ബസ്സിൻ്റെ പേര് പോലും നോക്കാതെയാണ് കയറിയത്. പിന്നെ എവിടെയും സീറ്റില്ലാത്തത് കൊണ്ട് പൊതുവെ നമ്മൾ ചെയ്യുന്ന പരിപാടി ബോണറ്റിൻ്റെ മുകളിൽ കയറിയിരിക്കുക, അങ്ങനെ എടുത്തതാണ്. അപ്പം ഒടുക്കമത്തെ സ്പീഡായിരുന്നു കേട്ടോ. ഏതായാലും ഡ്രൈവർ സൂപ്പറാണ്. അങ്ങനെ ജയലക്ഷ്മിൻ്റെ അടുത്തെത്തി നടക്കുക കേട്ടോ. നടക്കാവുന്ന ദൂരമേ ഉള്ളൂ. ഇപ്പം ബസ് കയറിയപ്പം ഡ്രൈവർ എന്നോട് ചോദിച്ചു ഡ്രൈവർ ആയില്ലേന്ന്. ഞാനും വിചാരിച്ചു എന്താണ് ബസ് ഓടിച്ച വീഡിയോ കണ്ടിട്ടാണ് തോന്നുന്നു. അപ്പം ആ ഒരു പരിചയത്തിൻ്റെ പേരിൽ കുറച്ചൊരു 200 മീറ്റർ നടക്കാണ്ട് കഴിച്ചിലാക്കി തന്നു കേട്ടോ. അപ്പുറം ഇറക്കി തന്നായി. ജസ്റ്റ് വിമാനമുള്ള കുട്ടിയായി. അപ്പം അങ്ങനെയാണ് ഒരു ഫ്രെയിമിന് മാത്രം നമ്മൾ വണ്ടിയൊക്കെ എടുത്ത് പോന്നാൽ ഒക്കൂല. നമുക്കും ലാഭം വേണ്ടേ? ലാഭമല്ലേ നമ്മുടെ ജീവിതം. എല്ലാ സാമഗ്രികളും ഞാൻ ബാഗിൽ സൂക്ഷിക്കാറുണ്ട്. ഇനി പറയാനുള്ളത്, എൻ്റെ നമ്പർ സോഷ്യൽ മീഡിയയിൽ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ചില ഡാഡിക്കും മമ്മിക്കും പിറക്കാത്തോല് അവരുടെ പേഴ്സണൽ പാർട്ട് എനിക്ക് അയച്ചു തരുമ്പം, വൺ ടൈമൊക്കെ അയച്ചു തരുമ്പം അത് നമുക്ക് നിങ്ങളോടുകൂടിയായിട്ട് പറയാണ്, ആരെങ്കിലും നിങ്ങൾക്ക് വൺ ടൈം ആയിട്ട് എന്തെങ്കിലും ഒരു സംഭവം അയച്ചു തരികയാണെങ്കിൽ എന്ത് ചെയ്യാന്നറിയോ? മറ്റൊരു ഫോൺ എടുക്കുക, അതിൽ വീഡിയോ എടുക്കുക, ഈ ഒരു വൺ ടൈമുള്ള ഓപ്പൺ ചെയ്യുക, അത് ഫോട്ടോ ആയിട്ടും വെക്കുക, അതേപോലെ വീഡിയോ ആയിട്ട് നമ്പർ കാണുന്ന രീതിയിലും എടുത്തിട്ട് നമ്മൾ സ്റ്റേഷനിൽ പോയിട്ട് പരാതിപ്പെട്ടാൽ മതി. ഒരു ഡാഡിക്കും മമ്മിക്കും പിറക്കാത്തവന് എനിക്ക് അയച്ചു തന്നത് എനിക്ക് 2 ഫോണുണ്ടല്ലോ, മറ്റേ ഫോണിൽ നിന്ന് വീഡിയോ എടുത്തിട്ട് അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു അഡ്രസ്സ് കിട്ടും, സൈബർ സെല്ലിൽ പോയാൽ കിട്ടും. സൈബർ സെല്ലിൽ പോയാൽ നമുക്ക് അഡ്രസ്സ് കിട്ടിയിട്ട് ഓൻ്റെ വീട്ടിൽ പോയിട്ട് ഉമ്മയാണോ ഉമ്മ, ഭാര്യയാണോ ഭാര്യ, പെങ്ങളാണോ പെങ്ങളുള്ള ഓൾക്കൂടി ഞാനൊന്ന് കാണിച്ചു കൊടുക്കും. ഓൻ്റെ സാധനം ഓലൂടി ഒന്ന് കണ്ടോട്ടെ, ഞാൻ ഒറ്റയ്ക്ക് കണ്ടാൽ മതിയോ? ഞാനിപ്പം എനിക്ക് സ്ഥിരമായിട്ടുള്ളൊരു സംഭവമാണ് ഈ നാട്ടുകാരുടെ സാധനം കാണുക എന്നുള്ളത്. ഇവന്മാരൊക്കെ അവരുടേത് ഇങ്ങനെ എടുത്ത് ഫോട്ടോ എടുത്ത് അയച്ചു തരുമ്പോൾ എനിക്കിതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഒന്നെങ്കിൽ ഞാൻ അതേപോലെ എനിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റാത്ത എൻ്റെ വീഡിയോ ചെറിയ പിള്ളേർ വരെ കാണുന്നത് അതുകൊണ്ടാണ് ഇതാക്കാത്തത്. അവൻ്റെ നമ്പറൊക്കെ ഞാൻ കാണിച്ചു തരാം. നമ്പർ ഞാൻ കാണിച്ചു തരാം. പോസ്റ്റ് ഞാൻ കാണിക്കാത്തത്
എൻ്റെ ഫോണേ പ്രൈവറ്റാണ് വരുന്നത്, സ്ക്രീൻ ഗാർഡ്. അപ്പം അപ്പം അത് കാണിച്ച് തന്നിട്ടില്ലെങ്കിൽ എനിക്ക് ഒരു സമാധാനം കിട്ടത്തില്ല. എനിക്ക് മൂവിയിലേക്കൊരു ഓഫർ, എന്നിട്ട് എന്നോട് വിളിച്ച് സംസാരിക്കാൻ. ഈ നമ്പർ കേട്ടോ വന്നത് 84 31 76 99 27. ഞാൻ അയച്ച വോയിസ് കൂടി കേൾപ്പിച്ചുതരാം. എടാ നീ ഇത് തന്നെയല്ലേ അയച്ചത്? കളർ മാറിയിട്ടൊന്നുമില്ലല്ലോ. ഏതായാലും ഞാൻ അതെ, ഞാൻ സൗണ്ട് കൂട്ടിയതായി, ഓഫാക്കിപ്പോയി. കളർ മാറിയിട്ടൊന്നുമില്ലല്ലോ. ഏതായാലും ഞാൻ പോകുന്നത് കൊല്ലാണ്ട് സ്റ്റേഷനിലാണ്. വൺ ടൈം അയച്ചാൽ ഇതൊന്നും കാണാനും കേൾക്കാനും കിട്ടാനും വകുപ്പില്ല എന്നുള്ള നിന്നെ പോലെയുള്ള മൊണ്ണകളുടെ വിചാരം ഇന്നത്തോടെ ഞാൻ മാറ്റിത്തരാം. ഞാൻ കൊല്ലാണ്ട് സ്റ്റേഷനിലേക്ക് കേട്ടോ പോണേ. മക്കൾ ബാക്കിയുള്ള മറുപടി എന്നോട് പറഞ്ഞാൽ മതിയാ. നീ ഒന്നുകൊണ്ടും ബേജാറാവണ്ട, ഞാനിത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാം. നിന്റെ അഡ്രസ്സ് ഒക്കെ കിട്ടാൻ സൈബർ സെല്ലർക്ക് നിസ്സായ സമയം മതി. പറ്റുവാണെങ്കിൽ നിന്റെ വീട്ടിൽ വന്നിട്ട് നിന്റെ അമ്മക്കോ പെങ്ങൾക്കോ ആർക്കായാലും ഇതൊന്ന് കാണിച്ചു കൊടുക്കാം. അവരാരും കാണാത്ത മുതലായിരിക്കല്ലോ ഇത്. ഓനോട് ഞാൻ ചോദിച്ചാൽ കളറ് മാറിയിട്ടൊന്നുമില്ലല്ലോ, ഈ കളർ തന്നെ അല്ല ഇനി ഉദ്ദേശിച്ചാണ്. അപ്പോൾ പേഴ്സണൽ പാർട്ടാട്ടോ അയച്ചു തന്നത്. അപ്പം അങ്ങനെയാണ് ഇനി അയച്ചു തരുന്ന എല്ലാവരോടും ഇത് തന്നെയായിട്ടും അനുഭവം. ഏതായാലും ഞാൻ ഫ്രെയിം എടുക്കേണ്ട സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഞാനതൊന്നും എടുത്താവട്ടെ. അങ്ങനെ സാധനം ദേ കിട്ടി. ഇനി ഷീറ്റ് കൂടി എടുക്കണം. ഷീറ്റ് എടുത്തിട്ട് റാപ്പ് ചെയ്യാന്ന് കരുതി. ബസ് കൊണ്ടുപോകുന്നതല്ലേ. അപ്പോൾ അടുത്ത ഷോപ്പിലേക്ക് നമുക്ക് ഓട്ടോ വിളിച്ചിട്ട് പോകണം. ഇങ്ങോട്ട് പിന്നെ സാധനങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ. റെയിൽവേ സ്റ്റേഷൻ അടുത്തായതുകൊണ്ട് ഓട്ടോ കിട്ടാൻ ബുദ്ധിമുട്ടില്ല എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണ്. ഓട്ടോ നോക്കട്ടെ. വരുന്നുണ്ട്, കൈ കാട്ടി നോക്കട്ടെ. വീഡിയോ എടുക്കാം. ഷീറ്റും മേടിച്ച് നേരെ ഞാൻ സ്റ്റാൻഡിൽ ഓട്ടോ കയറി കേട്ടോ. മഹാലക്ഷ്മി തന്ന ദീപാവലി മുട്ടായിയാണ്. എങ്ങനെയാണ് എന്താണെന്നുള്ളതും അതിലെന്താണുള്ളതെന്നൊക്കെ വീട്ടിലെത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ബസ്സിൽ ബോണറ്റിൻ്റെ മുകളിൽ വെച്ചതാണ് കണ്ണനും. അതിൻ്റെ മുകളിൽ നിന്ന് അനങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ദീപാവലി മുട്ടായും കൂടി വെച്ച് കൊണ്ടുപോകും ഇങ്ങോട്ട്. വീണ്ടും ഓട്ടോയിൽ വീട്ടിലേക്ക് ഓട്ടോ വിളിച്ച് പോരാ കേട്ടോ. ഇന്ന് ഏകദേശം 3 ഓട്ടോറിക്ഷയില 4 ഓട്ടോറിക്ഷയിലങ്ങ് മാറി മാറി കയറിയിട്ടുണ്ട്. ഇന്നെന്തോ ഓട്ടോ ഡേ ആണെന്ന് തോന്നുന്നു എനിക്ക്. അങ്ങനെല്ലാം കൂടി ഞാൻ വീട്ടിലെത്തി. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി. ഞാൻ മഹാലക്ഷ്മി ദീപാവലി മുട്ടായി വന്നിട്ടുണ്ട്. അതെന്താ എങ്ങനെയാണെന്നൊക്കെ ഒന്ന് നോക്കട്ടെ. നോക്കിയില്ലേ ഒരു സമാധാനം ഉണ്ടാവില്ല. ഞാൻ സ്ഥിരമായിട്ട് എടുക്കുന്ന കേട്ടോ. എന്താ കൊങ്ങിണി ഭാഷ സംസാരിക്കുന്നവരെ പറ്റി എന്താ പറയുക, എനിക്ക് കറക്റ്റ് എനിക്ക് പറയാൻ അറിയില്ല. ബംഗാളികളല്ല കേട്ടോ അവർ. എന്തായാലും കൊങ്ങിണിയാ സംസാരിക്കുക എന്നുള്ള എനിക്കറിയാം. കാരണം ഞാൻ അവരെ കളിയാക്കാറുണ്ട്. അവർ അവിടുന്ന് ഭാഷ സംസാരിക്കുന്നു. അപ്പം 1 ബോക്സ് 2 ബോക്സ് 3 ബോക്സാണ് അവർ തന്നത്. അപ്പോൾ ഒന്ന് പൊട്ടിച്ച് നോക്കാം എന്താണ് എങ്ങനെയാണെന്ന്. ലഡു, ജിലേബിയും ഒക്കെയാണ്. ഞാൻ വിചാരിച്ചു പേടയാണ്. ഇനി എല്ലാത്തിലും അത് തന്നെയാണോന്ന് അറിയില്ല. ഞാൻ അവളോട് പേട മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെയിം
തന്നെ. ലഡു പിന്നെ ഇതെന്താ സാധനം എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. പിന്നെ മൈസൂർ പാക്കും ലഡു ഞാൻ കഴിക്കാറില്ല. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അവരവരെ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതാ മൈസൂർ പാക്ക്. നമ്മുടെ നാട്ടിലത്തെ ടേസ്റ്റ് അല്ല കേട്ടോ. അപ്പം അങ്ങനെയാണ്. ഞാൻ എനിക്ക് പേട മതി പേടയാണെന്ന് വിചാരിച്ചതായിരുന്നു. 3 അത് 2 ഞാൻ പൊട്ടിച്ച് നോക്കിയിട്ടുണ്ട്. അപ്പം അടുത്തതും അത് തന്നെ ആയിരിക്കും, അല്ലാതിരിക്കില്ലല്ലോ. മധുരം കഴിച്ചിട്ട്. അപ്പം അങ്ങനെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇന്നും എനിക്കൊരു അനുഭവം ഉണ്ടായി. ഇന്നലെ എനിക്കൊരു മെസ്സേജ് അയച്ചു, കാനഡയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. 3 ഫോട്ടോ 15 ദിവസങ്ങൾ കൊണ്ട് ചെയ്തു തരുമെന്ന് ചോദിച്ചു. ഞാൻ ഓന്ന് പറഞ്ഞു. അവർക്ക് വേണ്ടതും ഇതേപോലെ ഇതിന് മുമ്പ് ഒരു മുന്നയുടെ ഫോട്ടോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, എൻ്റെ വീഡിയോ സഹിതം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. 25,000 രൂപയുടെ ഫോട്ടോ ആണെന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ പറഞ്ഞു. അഡ്വാൻസ് 15,000 അയക്കാൻ പറഞ്ഞപ്പോൾ അയച്ചു എന്ന് പറഞ്ഞിട്ട് അവർ റെസീറ്റ് സഹിതം എനിക്ക് അയച്ചു തന്നു. റെസീറ്റ് സഹിതം എന്ന് പറയാൻ പല്ലുമലക്കായി. റെസീറ്റ് സഹിതം എന്ന് വെച്ചാൽ നമ്മളൊക്കെ പല സ്കാമുകളിലും ചെന്ന് പെടാറുണ്ട്. ഞാൻ പറഞ്ഞില്ല, എൻ്റെ അക്കൗണ്ട് നോക്കുന്നൊരു പയ്യനുണ്ട്. ഞാൻ അവൻ അയച്ചു കൊടുത്തു. എനിക്ക് 15,000 രൂപ അയച്ചു എന്ന് പറഞ്ഞിട്ട് ഇട്ട് തന്ന കനറ ബാങ്കിൽ നിന്ന് ജസ്ന KP എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് അവന് ഞാൻ മുടിഞ്ഞു പോകുമെന്നും പറഞ്ഞ് കുറേ മെസ്സേജും അയച്ചു. അതിന് ഞാൻ ഒരൊറ്റ ചിഹ്നം മാത്രമേ ഇട്ടിട്ടുള്ളൂ. ആ ചിഹ്നത്തിൻ്റെ പുറത്ത് അവനുള്ള എല്ലാം ഉണ്ട്. നമ്മൾ തെറി വിളിച്ചിട്ട് തോന്നിയ ദിവസം വിളിച്ചിട്ടൊന്നും കാര്യമില്ല. ഒരു ചിഹ്നം അയച്ചു കൊടുക്കുക. ആ ചിഹ്നത്തിൻ്റെ മുകളിൽ അവന് മനസ്സിലാക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ട്. അങ്ങനെയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പം ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്ന.